ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് നമ്മൾ കണ്ട പ്രധാന വാർത്തകളിൽ ഒന്നാണല്ലോ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഡെറിക് ഒബ്രായൻ, മഹുവ മൈത്ര തുടങ്ങിയവർ PV അൻവറിൻ്റെ ഒപ്പം പാണക്കാടെത്തി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയും സന്ദർശിച്ച കാര്യം. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി UDFിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ UDF പ്രവേശനത്തിൻ്റെ വേഗത കൂട്ടുന്നതിൻ്റെ ഭാഗമായി ആയിട്ടാവണം ഇന്നത്തെ സന്ദർശനം എന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി UDFിൽ ചേരുവാൻ താല്പര്യം ഇതിനു മുൻപ് തന്നെ പ്രകടിപ്പിച്ചതുമാണ്. അടുത്ത ദിവസം UDFിൻ്റെ നേതൃയോഗം ചേരുന്നുമുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് തൃണമൂൽ നേതാക്കളുടെ പാണക്കാട് സന്ദർശനം എന്നതിൽ തർക്കമില്ല. തൃണമൂൽ നേതാക്കൾ ഞായറാഴ്ച മഞ്ചേരിയിൽ നടക്കുന്ന അവരുടെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വന്നതാണെങ്കിലും പാണക്കാട്ടേക്കുള്ള യാത്രയിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുവാൻ സാധ്യത കൂടിയ ഈ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് UDFിൻ്റെ ഭാഗമാകുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഈ അവസരം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തുവാൻ തന്നെയാണ് ഇന്ന് തൃണമൂലിൻ്റെ നേതാക്കൾ, ദേശീയ നേതാക്കളുടെ പാണക്കാട് സന്ദർശനം. പ്രത്യേകിച്ച് ഇപ്പോൾ PV അൻവർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണല്ലോ തൃണമൂൽ കോൺഗ്രസ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം PV അൻവർ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് അത് ഇത്രയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാർട്ടിയായി മാറിയത്. അതിനു മുൻപ് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ യൂണിറ്റ് ഉണ്ട് എങ്കിലും അത് ഇത്ര വാർത്താ ശ്രദ്ധ നേടിയിരുന്നില്ല. ഇപ്പോൾ PV അൻവർ അതിൻ്റെ ദേശീയ കോർഡിനേറ്റർ ആവുകയും തൃണമൂൽ കോൺഗ്രസ് ചേരുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായാണ് തൃണമൂൽ കോൺഗ്രസിന് ഇത്ര വാർത്താ പ്രാധാന്യം കിട്ടുന്നത് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കേരളത്തിൻ്റെ ഇത് മുന്നണി രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ 3 മുന്നണിയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായാൽ മാത്രമാണ് പാർട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ. കേരളത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതങ്ങനെയാണ്. കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഇതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ നേതാക്കളുടെ പാണക്കാട് സന്ദർശനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. UDF പ്രവേശനം എന്നത് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഇപ്പോൾ ഓരോ പാർട്ടികളുടെയും കൈവശമിരിക്കുന്ന സീറ്റുകൾ വിട്ടുകൊടുക്കുവാൻ ആ പാർട്ടികൾ തയ്യാറാവണം. അതിന് കൂടുതൽ ചർച്ചകളും വേണ്ടിവരും. ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് പിടിക്കുക എന്നത് UDFിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള അധികാരം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുക എന്നത് UDFിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾ നടത്തി തൃണമൂലിന് UDF പ്രവേശനം സാധ്യമാവും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കുറഞ്ഞ വോട്ടാണ് എങ്കിലും ഓരോ വോട്ടിനും വളരെ പ്രാധാന്യം വരുന്ന ഒന്നാണല്ലോ ഇലക്ഷൻ. അപ്പോൾ അടുത്ത പ്രാവശ്യം എങ്ങനെ വന്നാലും ഭരണം പിടിക്കണം എന്നാണ് UDF ലക്ഷ്യം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആര് തന്നെ സമവായത്തിലെത്താൻ സാധിച്ചാൽ അത് ഗുണം ചെയ്യും എന്ന് UDF കണക്ക് കൂട്ടുകയാണെങ്കിൽ PV അൻവറിനും ഒരു ഇടം UDFിൽ തൃണമൂൽ കോൺഗ്രസിനും കിട്ടാൻ സാധ്യതയുണ്ട്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ PV അൻവറിൻ്റെ തൃണമൂലിൻ്റെയും ആവശ്യങ്ങൾക്ക് വേഗത കൂടും എന്നാണ് മനസ്സിലാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. തൃണമൂൽ കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന പാർട്ടികളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുറെ കടമ്പകൾ ഇതിൽ മറികടക്കേണ്ടതുണ്ട്. ഇതെല്ലാം മറികടക്കാൻ വേണ്ടിയാകും ഇന്നത്തെ തൃണമൂൽ നേതാക്കളുടെ പാണക്കാട് സന്ദർശനം എന്നാണ് മനസ്സിലാക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ ആവാനും സാധ്യത കൂടുതലാണ്. ഏതായാലും
തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് UDF-മായി അടുക്കുവാൻ താല്പര്യമുണ്ട്. അവരുടെ കേരള ഘടകത്തിന് PV അൻവർ നേതൃത്വം കൊടുക്കുന്ന PV അൻവർ കോർഡിനേറ്ററായ കേരള ഘടകത്തിന് ഇനി അവർ അതിനെ സമീപിക്കേണ്ട രീതിയിൽ സമീപിച്ചു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് UDF-ന്റെ നേതൃയോഗമാണ്. അതിന് പ്രഷർ കൊടുക്കുക എന്നതാണ് ഇന്നത്തെ പാണക്കാട് സന്ദർശനം കൊണ്ട് UDF-ന്റെ രണ്ടാമത്തെ വലിയ കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. അതിൻ്റെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അതായിരിക്കും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ദേശീയ നേതാക്കളുടെയും ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ സൂചനകൾ, ചിത്രങ്ങൾ വ്യക്തമാവാൻ സാധ്യതയുണ്ട്. UDF-ന്റെ നേതൃയോഗം അടുത്ത ദിവസങ്ങൾ തന്നെ കൂടുകയും ഏതായാലും ഇതിൻ്റെ ഒരു ചിത്രം വരുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ചിത്രം ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാവാനും സാധ്യത കൂടുതലാണ്. കാത്തിരുന്ന് കാണാം. മറ്റൊരു വിഷയവുമായി ഉടനെ എത്താം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി. താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.